വേഗം ആ വർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന സ്റ്റാഫിനോടെല്ലാം ക്യാബിനിലേക്ക് വരാൻ പറയൂ. ഡേവിഡ് ആവണിയോട് പറഞ്ഞു. ഓക്കെ സാർ എന്ന് പറഞ്ഞ് ആവണി ആ ടീം മെമ്പേഴ്സിനെ എല്ലാം ക്യാബിനിലേക്ക് വിളിച്ചു വരുത്തി. ആവണി പറഞ്ഞതും ടീം മെമ്പേഴ്സ് എല്ലാം ഉടനെ തന്നെ ഡേവിഡിൻ്റെ ക്യാബിനിലേക്ക് എത്തി. അവർ ഡേവിഡിനെ നോക്കാതെ തല താഴ്ത്തി അവൻ്റെ മുമ്പിൽ വന്നു നിന്നു. ഇവിടെ വന്ന് ഇങ്ങനെ തല താഴ്ത്തി നിൽക്കാനല്ല നിങ്ങളോട് ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിങ്ങൾ 5 പേർക്കായിരുന്നില്ലേ ഈ വർക്കിൻ്റെ മുഴുവൻ ചുമതലയും? ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞതല്ലേ വളരെ ശ്രദ്ധിച്ച് വേണം ഈ വർക്ക് ചെയ്യാനെന്ന്. എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾക്ക് എന്താ ഒന്നും പറയാനില്ലേ? നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഈ മിസ്റ്റേക്കിന് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഡേവിഡ് സ്റ്റാഫുകളോട് ചോദിച്ചു. അവൻ്റെ ചോദ്യം കേട്ടതും അവർ ഒന്നും പറയാതെ തലതാഴ്ത്തി തന്നെ നിന്നു. അവരുടെ നിൽപ്പ് കണ്ടപ്പോൾ ഡേവിഡിന് ദേഷ്യം ഇരച്ചു കയറി. ഇങ്ങനെ തലതാഴ്ത്തി ഭൂമിദേവിയെ കുമ്പിട്ട് നിൽക്കാനല്ല, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയണം. സോറി സർ, ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ തെറ്റ് ഞങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയുന്നില്ല. ഞങ്ങൾക്ക് തിരുത്താൻ ഒരു അവസരം കൂടി വേണം, സ്റ്റാഫുകളിൽ ഒരാൾ പറഞ്ഞു. ഓഹോ, ഞാൻ ഒരു അവസരം കൂടി നിങ്ങൾക്ക് തരാം. നിങ്ങൾ എങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ആക്കും? ഡേവിഡ് ചോദിച്ചു. അവരാരും ഉത്തരം പറയാതെ നിന്നു. ചെയ്യാൻ തന്ന വർക്ക് സമയത്ത് ചെയ്യാണ്ട് ഇപ്പം അവസരം വേണം പോലും എന്ന് പറഞ്ഞ് ഡേവിഡ് ടേബിളിൽ ശക്തമായി കൈകൊന്നടിച്ചു. സോറി സർ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഇനി ഇങ്ങനത്തെ ഒരു തെറ്റുണ്ടാവില്ല, ടീം മെമ്പേഴ്സ് പറഞ്ഞു. ഡേവിഡിന് അവൻ്റെ ദേഷ്യം നിയന്ത്രിക്കാനാവുന്നില്ലായിരുന്നു. ഡേവിഡ് അപ്പോഴാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കിയത്. അവനെ പേടിച്ച് ഒരുമാതിരി അവസ്ഥയിൽ നിൽക്കുമായിരുന്നു ആവണി. അതുകൊണ്ട് തന്നെ അവനുടെ ആ അവസ്ഥ കണ്ടപ്പോൾ അവന് പാവം തോന്നി. കാരണം അവളും ഒരു സ്റ്റാഫാണല്ലോ. ഏത് സമയം തൻ്റെ അടുത്തും ഇങ്ങനൊരു ആക്രമണം ഉണ്ടായാലോ എന്നുള്ള ഒരു പേടി അവളിൽ ഉണ്ടാവുമല്ലോ. അങ്ങനെ അവളുടെ ആ മുഖം കണ്ടപ്പോൾ അവൻ്റെ ദേഷ്യം കുറച്ച് കമ്മിയായിട്ടോ. അവൻ തൻ്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് സ്റ്റാഫുകളോട് പറഞ്ഞു. ഇനി നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു മിസ്റ്റേക്ക് പറ്റിയാൽ പിന്നെ നിങ്ങളാരും ഈ ഓഫീസിൽ വർക്ക് ചെയ്യില്ല, മനസ്സിലായോ? ഒരവസരം കൂടി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നു എന്ന് പറഞ്ഞ് അവൻ ആവണിയെ ഒന്ന് ചെറുതായിട്ടൊന്ന് നോക്കിയിട്ടോ. എന്നിട്ട് വീണ്ടും പറയാൻ തുടങ്ങി. VS ഗ്രൂപ്പ് നമുക്ക് ഒരവസരം കൂടി തന്നിട്ടുണ്ട്, ഇത്തവണയും നിങ്ങളൊരു പിഴവ് വരുത്തിയാൽ എന്ന് പറഞ്ഞ് മുഴുവിപ്പിക്കുമ്പോഴേക്കും ഡേവിഡിൻ്റെ ഫോൺ റിങ് ചെയ്തു. ഹലോ, എന്താ, എപ്പോൾ, ഏതോ ഹോസ്പിറ്റലാണ്, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഡേവിഡ് ഫോൺ വേഗം വെച്ചു. ആവണി, എനിക്കൊരു എമർജൻസി ആയിട്ട് പുറത്തു പോവേണ്ട ആവശ്യമുണ്ട്, താൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്യൂ എന്ന് ആവണിയോട് പറഞ്ഞു. ദെൻ യു ഗായ്സ്, ഇനിയൊരു പിഴവുണ്ടാവാതെ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക. അവർ നമുക്ക് 1 വീക്ക് ടൈമേ തന്നിരിക്കുന്നുള്ളൂ എന്ന് സ്റ്റാഫുകളോടും പറഞ്ഞ് ഡേവിഡ് വേഗം ഫോൺ ചെയ്തുകൊണ്ട് പുറത്തേക്ക് ഓടി. അങ്ങനെ അന്നത്തെ കലാപരിപാടികളെല്ലാം കഴിഞ്ഞ ശേഷം വൈകിട്ട് ഓഫീസിൻ്റെ മുന്നിൽ ഫോണിൽ റീൽസ് കണ്ടുകൊണ്ട് സ്കൂട്ടിയിൽ ചാരിയിരിക്കുമായിരുന്നു അഞ്ജു. ഡി ആവടി വന്ന് അഞ്ജുവിനെ പുറത്തുനിന്ന് തട്ടിക്കൊണ്ട് വിളിച്ചു. ഓ, വന്നു എൻ്റെ കൊച്ച്, എത്ര നേരമായിടി നിന്നെ നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്? സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ അഞ്ജു ആവണിയോട് പറഞ്ഞു. സോറി ഡി, ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു ഇന്ന്. ഓ സോറി, നീ തന്നെ വെച്ചോ, വന്ന് കയറ് പെണ്ണെ. കയറിയോടി? ആവണി അഞ്ജുവിനോട് ചോദിച്ചു. ആ, ഇരുന്നു. എന്നാ പോവാം. ആ, ഇന്നെന്താടി ആ കടുവ ധൃതി പിടിച്ച് ഓടിപ്പോകുന്നത്? എന്തു പറ്റി? അഞ്ജു ആവണിയോട് ചോദിച്ചു. അതറിയില്ലടി, ഒരു കോള് വന്നു, സാർ ഉടനെ പോവുകയും ചെയ്തു, ആവണി പറഞ്ഞു. ആ, എന്തായാലും ഇന്ന് പ്രിയയ്ക്കും ടീമിനും നല്ല കണക്കിന് കിട്ടി, എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. അതെന്താടി? ആ, അതൊക്കെ ഉണ്ട്. ആ പുള്ളി ജോയിൻ ചെയ്തപ്പോഴേ എന്തൊക്കെ പ്രതീക്ഷയായിരുന്നു അറിയോ എനിക്ക്. പക്ഷെ 2-3 ആഴ്ച കൊണ്ട് തന്നെ ആ പ്രതീക്ഷയൊക്കെ പോയി. എല്ലാവർക്കും അയാളെ വയറ് നിറച്ച് കൊടുക്കുന്നുണ്ട്, അഞ്ജു പറഞ്ഞു. ഏയ്, അങ്ങനെയൊന്നുമില്ലടി, സാറ് മിസ്റ്റേക്ക് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും പറയുള്ളൂ. ആവണി ഡേവിഡിനെ സപ്പോർട്ട് ചെയ്തു. ഓ, നിനക്കിതുവരെ കിട്ടിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നീ പറയുന്നേ. കിട്ടുമ്പോൾ ഈ അഭിപ്രായം മാറിക്കോളും ട്ടാ. ഓ, ആയിക്കോട്ടെ, ആവണി പറഞ്ഞു. അല്ല, നാളെ എന്താടി നിന്റെ പരിപാടി? അഞ്ജു ചോദിച്ചു. നാളെ സാധാരണ പോലെ തന്നെടി, രാവിലെ പള്ളിയിൽ പോകണം, പിന്നെ ഓർഫനേജിലും. ഓഹോ, അപ്പോൾ നാളെ എൻ്റെ കൊച്ച് ബിസി ആയിരിക്കില്ലേ?
ഫോൺ വിളിച്ചാൽ പോലും കിട്ടാൻ ചാൻസ് ഇല്ല. അങ്ങനൊന്നുമില്ലടി. എപ്പോഴാണ് ഞാൻ നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാണ്ടിരുന്നേ? ആവണി അഞ്ജുവിനോട് ചോദിച്ചു. അങ്ങനെ എടുക്കാതിരുന്നിട്ടൊന്നുമല്ല, എന്നാലും നാളെ നീ ബിസി ആയിരിക്കില്ലേ? ഇങ്ങനെ നീ എടുക്കാതിരുന്നിട്ടൊന്നുമില്ല, എന്നാലും നാളെ നീ ബിസി ആവില്ലേ? ആടി, ചെറുതായിട്ട്. ഇങ്ങനെ അവിടെ പോയി നിൽക്കുമ്പോഴല്ലേടി വീട്ടിൽ പോയാലുള്ള ഒറ്റപ്പെടലൊക്കെ മാറുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞാലില്ലേ എന്നെ കാത്തിരിക്കാനും കൂടി ആരൊക്കെ ഉള്ള പോലെ ഒരു ഫീലാണ്. ശരിക്കും എൻ്റെ സ്വന്തം വീട്ടിലെത്തിയ പോലെ. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കല്ലേ? ആവണി പറഞ്ഞു. ഇന്ന് നീ ഒറ്റയ്ക്കല്ല, ഇന്ന് നോമ്പുണ്ട്. എന്തേടി, ഞാൻ പറഞ്ഞുകൊണ്ടാണോ? ആവണി ചോദിച്ചു. ഇല്ല, നിനക്കറിയില്ലേ എനിക്കിങ്ങനത്തെ സെൻറ്റി ഏർപ്പാടിലൊന്നും വീടുന്ന പരിപാടിയില്ലാന്ന്. എനിക്കെൻ്റെ ആവൂസിനോടൊപ്പം ഇന്ന് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യണം തോന്നി, അത്രേ ഉള്ളൂ. പിന്നെ എനിക്കൊരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ഇതെന്താടി പുതിയൊരു അനുവാദമൊക്കെ? അല്ല, നിനക്ക് ചെറുതായി വിഷമാവണ കാര്യാ ആണോ? എന്നാലും ശരി, നീ ചോദിച്ചോ. എടി, നിന്റെ ഓഫീസിലുള്ള എല്ലാ കുട്ടികൾക്കും ക്രിസ്ത്യൻ പേരല്ലേ? അതെ, പിന്നെ എങ്ങനെയാ നിനക്ക് ഈ പേര് കിട്ടിയേ? അഞ്ജു ചോദിച്ചു. അതോ ഡി, ഈ പേരെൻ്റെ അച്ഛനമ്മ ഇട്ടതാ. അച്ഛനമ്മയോ? പിന്നെ നീ എങ്ങനെ ഓർഫനേജിലെത്തി? അത് ഒരു വലിയ കഥയാടി. ഒരു ക്രിസ്മസ് രാത്രിയില്ലേ, വെറും 1 മാസം പ്രായമുള്ള എന്നെ ക്രിസ്മസ് ആഘോഷിക്കാൻ നിർമ്മിച്ച പുൽക്കോട്ടൊക്കെ ഉണ്ടാവില്ലേ, അതിലൊന്നിൽ കിടത്തിയിട്ട് അവരങ്ങ് പോയി. കൂടെ ഒരു ലെറ്ററോ? എന്ത് ലെറ്റർ? അതോ, ഇതെൻ്റെ മോളാവണിയാ, 1 മാസം പ്രായമേ ഉള്ളൂ, ആറ്റുനോറ്റുണ്ടായ കൊച്ചാ, പക്ഷെ ഇപ്പം കൂടെ നിർത്താൻ വഴിയില്ല, പൊന്നുപോലെ നോക്കണേ, എന്തായാലും ഞാൻ വരും എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അവളുടെ പേര് മാറ്റല്ലേ, അവളുടെ പേര് ആവണിന്ന് തന്നെ ഇട്ടേക്കണേ. ഞാൻ വരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരാൻ ഈ പേര് മാത്രമേ ഉള്ളൂ എന്നൊക്കെ ആയിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. ആവണി പറഞ്ഞു. അത് കേട്ടതും അഞ്ജുവിനെ ആകെ എന്തോ പോലെയായി. കാരണം അവളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ന്യൂസ്. എടി, നീ അപ്പോൾ ഇത്രയും ദിവസവും നിന്റെ അമ്മ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണോ? അഞ്ജു ആവണിയോട് ചോദിച്ചു. അവളൊരു പുഞ്ചിരി മാത്രമാണ് സമ്മാനിച്ചത്. എന്നിട്ട് പറഞ്ഞു. എടി, അതില്ലേ, കുഞ്ഞുനാളിൽ ഈ സ്റ്റോറിയിലെ മഠത്തിൽ പാട്ടായിരുന്നു കേട്ടോ, എല്ലാവർക്കും അറിയായിരുന്നു. ആ സമയത്ത് ഞാൻ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ, എൻ്റെ അമ്മ വരുമോ എന്നൊക്കെ ഓർത്തിട്ട്. ഓരോ കാറ് മഠത്തിൻ്റെ മുമ്പിൽ എത്തുമ്പോഴും ഞാൻ ഓർക്കും എൻ്റെ അമ്മയാണ് എന്നെ കൊണ്ടുപോകാനാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഓടിച്ചെല്ലും, എന്നിട്ട് ആ കാറിൽ നിന്ന് സ്ത്രീകൾ ഇറങ്ങിയാൽ ഞാൻ അവരുടെ അടുത്തേക്ക് പോകും കേട്ടോ. എന്നിട്ട് പറയും എൻ്റെ പേര് ആവണിയാന്ന്, എൻ്റെ അമ്മ ആണ് അവരെങ്കിൽ അവർക്ക് തിരിച്ചറിയാൻ ഈ പേരല്ലേ ഉള്ളൂ എന്നോർത്ത്. അങ്ങനെ പറയുമ്പോൾ ചില സ്ത്രീകൾ മെയിൻറ്റ് ചെയ്യാറില്ല കേട്ടോ, ചിലർ ചിരിക്കും. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അമ്മ വരില്ലെന്ന്. പിന്നെ അമ്മയെ കാത്ത് കാറിൻ്റെ പിന്നാലുള്ള ഓട്ടം ഞാൻ അങ്ങ് നിർത്തി. ആവണി പറഞ്ഞു. ഔസേ, നിനക്ക് വിഷമമായോടി ഞാൻ ചോദിച്ചതിൽ? അഞ്ജു ആവണിയോട് ചോദിച്ചു. അയ്യേ, എന്തിനു വിഷമാവാൻ, ഞാനിപ്പോൾ ഹാപ്പിയാടി. അതൊക്കെ എൻ്റെ ഒരു ഭൂതകാല. ഇപ്പോൾ ആ കാലത്ത് നിന്നും ഈ ആവണി ഒരുപാട് സഞ്ചരിച്ചു കഴിഞ്ഞു. എനിക്ക് അമ്മയില്ല, അങ്ങനൊരു മായാത്തൊരു കുറവുണ്ട്. പക്ഷേ ഞാൻ അനാഥയല്ലല്ലോ ഇപ്പോൾ. എനിക്ക് എൻ്റെ അമ്മച്ചിയുണ്ട്, മദറമ്മയുണ്ട്, മഠത്തിലെ കുട്ടികളുണ്ട്, എല്ലാത്തിനും ഉപരി എൻ്റെ വാലിൽ തൂങ്ങിയിട്ട് നീ ഇല്ലേ. പിന്നെ എനിക്കെന്ത് വേണോടി? അഞ്ജു പറഞ്ഞു. അത് സത്യമാണല്ലോ, ഞാനില്ലേ എൻ്റെ ഹൗസിന്, അഞ്ജു ആവണിയോട് പറഞ്ഞു. അതൊക്കെ പോട്ടെ, ഇനി നമുക്ക് ആ ടോപ്പിക്ക് വേണ്ട. ഔസേ, അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ടടി. അതെന്താടി? ആവണി ചോദിച്ചു. അതെ, വിശപ്പ്. എന്ത്? എടിപ്പെണ്ണ, എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന്. ശരി, നമുക്ക് വീടെത്തിയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാടി. എന്തെങ്കിലും പോരാ, ഫ്രൈഡ് ചിക്കൻ മതി. എടി, ഇപ്പം ഹംസക്കയുടെ കോഴിക്കടയിൽ പോയാലേ നല്ല മുഴുത്ത കോഴിക്കാല് കിട്ടും, നമുക്ക് അങ്ങോട്ട് വിടാ പ്ലീസ്, മുത്തല്ലേ. ഈ കൊതിച്ചിനെ കൊണ്ടൊരു കാര്യം, നമുക്ക് പോവാ എന്ന് പറഞ്ഞ് ആവണി വണ്ടിയെടുത്തു. എന്നിട്ട് രണ്ടാളും കൂടി ഹംസക്കയുടെ കടയിലൊക്കെ പോയി ചിക്കൻ വാങ്ങി ഫ്രൈ ചിക്കനൊക്കെ ഉണ്ടാക്കി നല്ലോണം തട്ടിട്ട് കിടന്നു. എടി ആവണി, നീ ഉറങ്ങിയോ? അഞ്ജു ആവണിയോട് ചോദിച്ചു.
ബെസ്റ്റ്. ഉറങ്ങിയ ആള് ഉറങ്ങി പറയോടി അഞ്ജൂസേ. എന്താ കാര്യം പറ, എനിക്ക് രാവിലെ നേരത്തെ അഞ്ച് പള്ളിയിൽ പോണ്ടതാ, ആവണി അഞ്ജുവിനോട് പറഞ്ഞു. അതില്ലേ, നിന്റെ ഡ്രീം എന്താടി ഔസേ, അഞ്ജു ചോദിച്ചു. പെണ്ണിന് എന്ത് പറ്റി, ഈ നേരത്താണോ ഡ്രീമൊക്കെ ചോദിക്കുക? എനിക്ക് അങ്ങനെ ഒരു ഡ്രീം ഒന്നുമില്ല. ഒന്നുമില്ലേ? നിനക്ക് ഡ്രീമെന്ന് വേണ്ട, എനിക്കൊരു സാധനത്തോട് കൂടുതൽ ഇഷ്ടം, അത് വാങ്ങണം നോക്കിയിട്ട് വാങ്ങാൻ പറ്റാതിരുന്നിട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ലടി, എനിക്കിതുവരെ അങ്ങനത്തെ മോഹങ്ങളൊന്നുമില്ല. പിന്നെ ചിലപ്പോഴൊക്കെ ചെറിയ വട്ട് തോന്നാറുണ്ട്. ഇപ്പോഴും തോന്നുന്നുണ്ട്. നീ സാധിച്ചു തരോടി? ആവണി ചോദിച്ചു. പറയടി, എന്താ നിന്റെ വട്ട്? നീ എനിക്കൊരു പാട്ട് പാടിത്തരുമോ? ഇപ്പോഴാ? ആടി, എനിക്ക് പാട്ടിനോടുള്ള ഇഷ്ടം നിനക്കറിയാമല്ലേ. പിന്നെ പാടാനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ല, പക്ഷെ പാട്ടുകാരിയെ ഒരു കൂട്ടുകാരിയെ തന്നിട്ടില്ലേ. ഒരു പാട്ട് പാടിത്തരുമോ? ഓഹോ, നീ സോപ്പിടൊന്നും വേണ്ട, ഞാൻ പാടാം എന്ന് പറഞ്ഞ് അഞ്ജു പാടാൻ തുടങ്ങി. എൻ്റെ മാറോട് ചേർന്നൊരു പാട്ട് മൂളു, മണിവിരലിനാൽ താളമേടൂ, മെല്ലെ മെല്ലെ എന്നെ നീ ഉറക്കൂ, താമര നൂലിനാൽ മെല്ലെ മേനി തൊട്ടു വിളിക്കൂ. അഞ്ജു പാടിക്കഴിഞ്ഞിട്ട് ആവണി നോക്കിയപ്പോഴും ആവണി നല്ല ഉറക്കമായിരുന്നു കേട്ടോ. ഉറങ്ങിക്കിടക്കുന്ന ആവണിയുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് അഞ്ജു പറഞ്ഞു. സോറി ലൂസേ, ഞാൻ കാരണം നിനക്ക് വിഷമായില്ലേ ഇന്ന്? ഇനി അങ്ങനെയൊന്നും അധിക കാലം ഉണ്ടാവില്ല കേട്ടോ. എനിക്കറിയില്ലായിരുന്നടാ. സോറി പൊന്ന, ഉറങ്ങിക്കിടക്കുന്ന അവളോട് അഞ്ജു പറഞ്ഞു. അഞ്ജുവിന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ല സിനിമയും കാണാൻ വിചാരിച്ച് ആവണിയുടെ ലാപ്ടോപ്പ് എടുത്തു. അങ്ങനെ ലാപ്ടോപ്പിൽ കുത്തിക്കൊണ്ട് കുറേ നേരം സമയം കളഞ്ഞു അഞ്ജു. പിറ്റേന്ന് രാവിലെയായി. അതിരാവിലെ തന്നെ കുളിച്ച് സുന്ദരിക്കുട്ടിയായി ആവണി ഒരു വെള്ള ചുരിദാറൊക്കെ ഇട്ട് പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയായി. പക്ഷേ നമ്മുടെ അഞ്ജൂസ് ഉറക്കത്തിലായിരുന്നു കേട്ടോ. അവൾ എണീച്ചിട്ടുണ്ടായിരുന്നില്ല. ആവണി റെഡിയായിട്ട് ഉറക്കത്തിലായിരുന്ന അഞ്ജുവിനെ എഴുന്നേൽപ്പിച്ചു. എടി പെണ്ണെ, ഞാൻ സ്കൂട്ടി എടുത്തിട്ട് പള്ളിയിൽ പോകുന്നുണ്ട്, എഴുതിച്ച കിച്ചണിൽ പോയിട്ട് കോഫി കുടിക്കിട്ടാ, പിന്നെ പല്ലി വെച്ചിട്ട് എന്ന് പറഞ്ഞ് അവൾ സ്കൂട്ടി എടുത്ത് പള്ളിയിലേക്ക് പോയി. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആവണി പള്ളിയിലേക്ക് എത്തി. പള്ളിയിലെത്തി യേശുവിൻ്റെ മുമ്പിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത ഒരു സംഭവം നടന്നു കേട്ടോ. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. പുറത്തൊന്നും ആരോടും കാണിക്കാത്ത അവളുടെ കണ്ണുനീർ യേശുവിൻ്റെ മുമ്പിൽ മാത്രം തടഞ്ഞു വെക്കാൻ എന്തോ അവൾക്കായില്ല. അവളുടെ കണ്ണുനീർ അനുസരണയില്ലാതെ ഒഴുകാൻ തുടങ്ങി. ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ടായിരുന്നു ആ കണ്ണുനീരിന്. അവൾ ആഗ്രഹിച്ച അവളുടെ മോഹങ്ങളെക്കുറിച്ചുള്ളത്, അവൾക്ക് കാണാൻ ആഗ്രഹമുള്ള അവളുടെ കുടുംബത്തെക്കുറിച്ചുള്ള അത്. എന്തിനു തന്നെ അമ്മ ഉപേക്ഷിച്ചിട്ട് പോയി? തൻ്റെ അമ്മ എന്തെങ്കിലും തിരിഞ്ഞു വരുമോ? തിരിച്ചു വന്നാൽ തന്നെ മനസ്സിലാവോ? അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ഉത്തരങ്ങളും ആഗ്രഹങ്ങളും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു അവളുടെ ആ കണ്ണുനീരിന് പറയാൻ വേണ്ടി, ഈശോയോട് ചോദിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവളുടെ ആ കണ്ണുനീരിൻ്റെ ഒഴുക്ക് അവളും ഈശോയും മാത്രമല്ല മറ്റൊരാളും കൂടി കാണുന്നുണ്ടായിരുന്നു. കാണുന്നത് മാത്രമല്ല, അയാളുടെ കണ്ണും ഒരിത്തിരി നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് അടുത്ത പാട്ടിലേക്ക് നോക്കാം. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഗൗരി ശങ്കറും കൂടി ഒന്ന് കണ്ടേക്കൂ കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.